നേരെ കുത്താമ്പുള്ളി എന്ന് പഠിക്കും. നമ്മളിങ്ങനെ പോകുക തന്നെയാണ് കേട്ടോ. നമ്മൾ കുറേ കാഴ്ചകൾ കാണാം, ആൾക്കാർ കണ്ടോട്ടെ. പിന്നെ നമുക്ക് നല്ല പടിഞ്ഞതിൻ്റെ ശേഷമേ ഈ മുമ്പിൽ ഇരുന്ന് അവിടെ ഇരുന്നോ. മഴ വരുമ്പോൾ മഴ കൊള്ളണ്ട, നമുക്ക് എവിടെ നിർത്തിയിട്ട് ചായ പിടിക്കട്ടാ. ഓക്കെ, എവിടെയെങ്കിലും ഇരിക്കാം. ഇപ്പം നമ്മൾ രണ്ടാളും ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പം ഇമ്മിച്ചിനൊക്കെ ഇനി പിന്നെ കൊണ്ടുവരാം. ഇമ്മിച്ചിനെയും അമ്പുമോനെയും താത്താനെയൊക്കെ പിന്നെ കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ആൾക്കാർക്ക് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടാ. നമ്മൾ കുറേ ദിവസമായില്ലേ ഷോർട്ട് വീഡിയോ ഇടുന്നത്, അപ്പോൾ ലോങ് വീഡിയോ എടുക്കണ്ടേ. അപ്പം അങ്ങനെ പോകട്ടാ. ഇത് കണ്ട, ഇതാണ് മായന്നൂർ പാലം. ഇതാണ് മായന്നൂർ പാലം കേട്ടോ. എങ്ങനെയുണ്ട്, വൃത്തിയുണ്ടാ? പെയിന്റ് അടിച്ചിക്കണേ, നല്ല നീളമുണ്ട്, മനസ്സിലായ? അത് റോഡ് രണ്ട് സൈഡിൽ നിന്നുള്ള വണ്ടികൾ വരാൻ വേണ്ടിയിട്ടേ. ഈ പാലം ഉണ്ടല്ലോ AD 1900, അല്ലെങ്കിൽ അത് വേണ്ട, എനിക്ക് അറിയണ ഭാഷ പറഞ്ഞുതരാം. ഈ പാലം 5 കിലോമീറ്റർ, അത് അത്ര വേണ്ട, കുറച്ച് കുറക്കാം. ഈ പാലം കുറച്ച് നീളമുണ്ട് കേട്ടോ, നല്ല നീളമുണ്ട്. ഇത് അന്ന് നമ്മൾ രാത്രി വന്നിട്ടുണ്ട്. ഇതാണ് ഭാരതപ്പുഴ. നമ്മൾ അവിടെ പോയി നിന്നിട്ടില്ല ഒരു ദിവസം, മണൽ കളിച്ച്, ഓർമ്മ? അവിടെ കളിച്ചിട്ടുണ്ട്. അല്ല, മഴ വരുന്നുണ്ട് കേട്ടോ. മഴ കൊണ്ടാ പോയില്ല കാര്യം. മോൾക്ക് നീന്തം പഠിപ്പിക്കണം, നീന്താനേ പഠിപ്പിക്കണം. നോക്കട്ടെ, നമ്മളേ ഒരു ദിവസം വന്നിട്ട് നീന്താൻ പഠിക്കണം കേട്ടോ. എല്ലാ കുട്ടികളും നീന്തൽ പഠിക്കണം. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നീന്തൽ പഠിക്കണം അല്ലേ കുട്ടികളൊക്കെ? അല്ലെങ്കിൽ മീനെ പിടിക്കാനല്ല, നീന്തൽ പഠിക്കുക, മനസ്സിലായോ? അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു കഥ ഉണ്ട് പണ്ട്. തോണിയിൽ പോകുമ്പോഴേ രണ്ട് മൂന്ന് ആളുണ്ടായിരുന്നു. ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, മറ്റാൾക്ക് വിദ്യാഭ്യാസമില്ല. അപ്പോൾ പുഴയിൽ നിന്ന് എന്ത് ചെയ്ത് തോണിയോട് മറിഞ്ഞു, മനസ്സിലായോ? അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്ക് നീന്താൻ അറിയും, അയാൾ നീന്തി രക്ഷപ്പെട്ടു. അപ്പോൾ മറ്റേ ആളേ വെള്ളം കുടിച്ചു, വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ നീന്തൽ പഠിക്കണ്ടേ. എനിക്ക് മനസ്സിലായി വല്ലതും. അങ്ങനെ ഒരു കഥ ഉണ്ട്. ഇവിടെ പണ്ടേ പിരിവുണ്ടായിരുന്നു റോഡിന്, പണ്ട് ഈ പാലം വന്നോട്ടെ. പിന്നെ ഒക്കെ ആൾക്കാർ അടിച്ച് പൊളിച്ച് ഒഴിവാക്കിയിട്ട്. അതാകും എന്താ പറയുക, ആകാശം കണ്ടോ, മേഘേ നല്ല കാർമേഘുണ്ട്, അതാണ്. ഇങ്ങോട്ട് നോക്കിക്കോ, നീ മുമ്പൊക്കെ നോക്ക്, കണ്ടാ മരങ്ങളൊക്കെ നല്ല പച്ച കളറ്. അങ്ങനെ പോട്ടെ. ഇതാണ് നല്ല തണുപ്പൊക്കെ പണം
എക്സിറ്റ് എക്സിറ്റ് ആക്കിയിട്ടല്ലേ അപ്പുറത്ത് ഇവിടെ ജലത്തിന് പുറത്ത് പിന്നെ അത് കടിക്കല്ലേ പെണ്ണെങ്ങനെയുണ്ട് കുട്ടിയെ നമ്മുടെ ഈ വീഡിയോക്കെ എടുത്തൊരു പഠിച്ച് നല്ല വഴി അടിപൊളി വഴി ഇവിടെ അടുത്തായിരിക്കും നമ്മൾ വീഡിയോ കാണുന്നത് ഇതിൽ കൂടെ പറഞ്ഞിട്ടില്ല അല്ലേ ഫാമിലി കൊണ്ടൊക്കെ അധികം തിരക്കില്ല വെറുതെ നേരം ധരിച്ചാലത് വന്ന പരിപാടിയാണ് 4 കിലോമീറ്ററേ ഉള്ളൂ ഇത് നോക്ക് എന്താ ഇതൊക്കെ മരുന്ന് മരുന്ന് വിത്തപ്പുള്ളിക്ക് പരസ്യങ്ങളുണ്ട് റോഡുകളുടെ വിഷമിക്കുക ഇതിപ്പോൾ ഈ പാലേ പുതിയതായിട്ട് വന്നതാണ് പാലം മനസ്സിലായോ ഇവിടെ പാലം പോയിക്കോ നമുക്ക് ഒരു സാറ് പോയിരുന്നാലോ വായി പോയി കണ്ടാലോ ഇത് കണ്ടിട്ട് പാലം ഇതൊക്കെ ചൂടല്ലേ രാത്രിനെ കിടന്നിട്ട് ഒരു പൊതുവാലേക്ക് വരിക ഇവിടെ ശരി കിടക്കാൻ തന്നെ കടക്കേണ്ടി വരും പിന്നെ രണ്ട് മരം വേറെ നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് നോക്കി പ്രാർത്ഥിക്കുന്നു നല്ല രസമാണ് ലഹരിയും അതില്ലാക്കട്ടെ കാണാണ്ട് കൊല്ലനെ കണ്ടിട്ടാ സൈക്കിൾ എടുത്തുവന്നാലോ അപ്പോൾ റോഡ് നന്നാ രണ്ടായി ഇതുവരെയുള്ള പാലത്തിൻ്റെ റോഡ് ഇത് വന്നുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാണ്
പറഞ്ഞില്ല നമ്മൾ ഭാഷ പാടില്ല തിന്നാൻ വേണ്ടി പറ്റിയാൽ പരസ്പരം തമ്പിളി ആ ഹാൻഡ്ലൂം ആ അപ്പോൾ പറഞ്ഞ് ഈ വീഡിയോ കാണുന്നവരെ ഇവിടെ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി വീഡിയോ കണ്ടാലും കൈ വഴിക്ക് വരികയാണെങ്കിൽ ഡ്രസ്സ് റോഡ് കണ്ടാൽ നിങ്ങൾക്ക് അല്ലേ എന്ത് നമ്മൾ ദൂരെ ഒരു ബസ്സും കണ്ടില്ലല്ലോ സ്വന്തം വണ്ടി വേണല്ലേ അതെങ്ങനെയുണ്ട് കാര്യം അങ്ങനത്തെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ വൃത്തിയാണ് ബൈക്ക് വേണ്ടേ വേണ്ട ഏത് ചക്കനാണ് അതൊക്കെ സ്പീഡിൽ പോകുന്നത് കളർ ഡ്രസ് ഉണ്ടാവും എന്താ പറയുക മഞ്ഞ് മഞ്ഞ് തണുപ്പുണ്ട് മഴ ഇപ്പം പെയ്യട്ടോ നമുക്ക് വണ്ടിക്കറ് 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 എവിടെ പിഞ്ചി പോയോ നഞ്ഞി പറഞ്ഞ നമ്മൾ കുറേ വന്നാൽ മതി നീ പറഞ്ഞു ഇത് പുത്തപ്പള്ളിക്ക് പോകണ മോനെ പറഞ്ഞ എങ്ങനെയുണ്ട് മരങ്ങൾ റോഡ് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടത് സക്കവിയാണ് നമ്മുടെ കുട്ടീൻ്റെ അതാണ് ചാനലാണ് അപ്പം പഠിപ്പിച്ചില്ലേ പഠിപ്പിച്ചു തരാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇതാണ്ടോ കൊണ്ട് നോക്കട്ടോ നമുക്ക് ഇവിടുന്ന് ഇപ്പം നേരെ നമ്മൾ പോണ ചെക്ക് ഡാമിൽ കയറാം ഒറ്റയ്ക്ക് വരത്തിട്ട് ഇങ്ങോട്ട് വലുതായാലും ഉണ്ടോ അപ്പുറത്ത് ഡാമാണ് ഈ ഡാമിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത് പക്ഷെ എങ്ങനെയുണ്ട് പശു വടിസഞ്ചില്ല വടിസഞ്ചി ഉണ്ടെങ്കിൽ ആ പശുവിനടുത്ത് പോകണത് ഇതാ കണ്ട ഡാം ഇവിടെ കണ്ടതാ പാറയിലുണ്ട് ആ അതാണ് ഇത് അപ്പുറത്ത് പോയി വരണ്ട ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ ആയിപ്പോയതാണ് കാരണം എന്തായിരുന്നൊരു പോയി വണ്ടി കുഴിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ നല്ല മഴ വരുന്നുണ്ട് അല്ലേ ഇതാ ഡാമിലെത്തിയിട്ട് ഞങ്ങൾ ഡാമിൻ്റെ ഒരു കടവാണത് ഈ സ്റ്റെപ്പ് ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോവും കണ്ട കുറച്ച് കല്ലും അല്ലേ എന്താ പാറ കഷ്ണങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇതും കൊണ്ട് നിറഞ്ഞിട്ട് വെള്ളം മൊത്തത്തിലാവും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് വരുന്നത് അവിടുന്ന് ആൾ പറഞ്ഞില്ല നമ്മൾ ചാടിക്കുമ്പോൾ അവിടുന്ന് ആൾ പറഞ്ഞത് മൊത്തം നിറഞ്ഞിട്ട് അപ്പുറം ഈ ഭാഗം ഒരേ മാതിരി ആവുന്നു ഡാം തുറന്നു കഴിഞ്ഞാൽ മഴ പെയ്താലേ നല്ല ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ ഇത് എന്തെന്നാ പറയുക പാലത്തിൻ്റെ
പൂർണ്ണമാണ്. എനിക്കറിയാം വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത്. ഇപ്പം നമ്മൾ ഈ സൈഡിൽ കൂടി നടന്നു പോയാൽ ഏകദേശം നമുക്ക് ഫുള്ള് കാണാം കേട്ടോ. ഞാൻ പോയി നോക്കാം, നോക്കി നടക്കണം കേട്ടോ, നോക്കി ശ്രദ്ധിച്ച് നടക്കണം. എങ്ങനെയുണ്ട്? മീൻ പിടിക്കാനേ ആൾക്കാർ നിൽക്കണേ മനസ്സിലായാ, പാവങ്ങളെ ഉണ്ടോ? കുറച്ച് ദൂരമുള്ളൂ, കുറച്ച് ദൂരമുള്ളൂ. പക്ഷെ എന്താ അറിയാ, ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, വേഗം വീണിട്ടുണ്ടെങ്കിലേ ആൾക്ക് അപകടം പറ്റും. രണ്ടും കേട് തന്നെയാണ്, രണ്ടും കേട് തന്നെ. ശ്രദ്ധിച്ച് നടക്കണം എന്നുള്ളൂ. അണ്ട ഈ പാഴത്തിനങ്ങോട്ട് വീതി. മഴ പെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പായി. പെട്ടെന്ന് മഴ പെയ്തു. എന്തുവാ മഴ നല്ല പെയ്ത് കേട്ടാ. ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പായി. ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ? കളിവെള്ളം എങ്ങനെയുണ്ട്? വായിച്ചായ വൈകില്ലേ? ഇപ്പോൾ ക്യാമറ മൊത്തം വെള്ളമായി, ക്യാമറ മൊത്തം വെള്ളമായി. വെറുതെ അങ്ങനെ നിൽക്കുമ്പോൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. പരിചയമില്ലാത്ത വഴിയാണ്, ഇവിടേക്ക് കുണ്ടും പോയി ഉണ്ടെന്ന് അറിയില്ല. കാരണം എന്നിട്ടും വെള്ളമായി, ക്യാമറയും വെള്ളമായി. അല്ലേ, അത് രസമില്ല, അടിപൊളി. രാത്രി പഞ്ച് വെക്കുമോ? ഞാൻ പഞ്ച് കിടന്നാൽ പോയില്ല കാര്യങ്ങൾ. കണ്ടോ ഇവിടെ കണ്ടോ എങ്ങനെയുണ്ട് പാറ? മഴക്കാർ 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 തന്നെ. ഇപ്പുറത്തെ കൂടി വന്നപ്പോഴും മഴക്കാർ തന്നെ. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ടേ മഴ തോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ പാറ എങ്ങനെയുണ്ട്? തലടിച്ച് വീണ് മരിക്കുകയാണെങ്കിൽ ഇവിടെ വരണം അല്ലേ? ഇതിൻ്റെ ഇത് ആയിക്കൂടി അപ്പുറത്ത് കൂടി വന്ന് നമ്മൾ, പിന്നെ അപ്പുറത്ത് കൂടി വന്ന്. ഇവിടെയാണ് പാറ. എന്താണ് നോക്ക് അല്ലേ? മരുഭൂമിയിലില്ല എത്ര പാറ. പാറയാണല്ലേ. ഇതൊക്കെ കൊണ്ടൊന്നും വെള്ളം നിറയണമെങ്കിലേ നമ്മളിവിടെ നടക്കാതെ സമ്മതിക്കണം. അടികൂടി വല കിടുമ്പോഴൊക്കെ ചളി മഴ പെയ്ത് ചളി വെള്ളം. എങ്ങനെയുണ്ട്? വന്ന മുതലായില്ലേ? വന്നത് മുതലായി. നമുക്ക് അവിടുന്ന് ചാടിക്കട്ടാ, പക്ഷെ പോയിട്ട് ചാടില്ല. എങ്ങനെയുണ്ട് റോഡ്? തിരിച്ചു പോവാം നമുക്ക്. എന്നാലും തിരിച്ചു പോവാ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനാണ് കുട്ടി പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ മതി. നോക്കല്ലേ എങ്ങനെയാണെന്ന്. പിന്നെ നമ്മൾ സംസാരം ക്ലിയറാക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലങ്ങൾ ക്ലിയറായിട്ട് അവർക്ക് സംസാരിച്ച് കൊടുക്കാം. അങ്ങനെ നല്ല സംസാരിക്കുന്നത് നമുക്കിപ്പോൾ പഠിപ്പിക്കാൻ പറ്റും. സമയം സന്ദർഭവും കാണുന്ന കാഴ്ച എന്താണ് അതിനെപ്പറ്റി നല്ല പറഞ്ഞിരിക്കണം. നമുക്ക് പറയാം. എക്സാമ്പിൾ ഇപ്പോൾ എന്താ നമ്മൾ പറയാം, എന്ത് സുന്ദരമായ വഴിയാണെങ്കിൽ നമുക്ക് മഞ്ഞുണ്ട്, നല്ല ഹരിതപൂർണ്ണമായ സ്ഥലം, നല്ല വൃത്തിയുള്ള സ്ഥലം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരനെ പറഞ്ഞ് കൗതുകപ്പെടുത്തും. നിങ്ങൾ നിർത്തി ഇവിടെ ഇവിടെ നിൽക്കാൻ നോക്കാൻ അറിയാം. നമുക്ക് വയ്യ, കൈ കൊത്തി തുടങ്ങും. കണ്ണാണുണ്ടായി. അലാഖിൻ്റെ മഴ വന്നു കഴിഞ്ഞാൽ ചിലർ പറഞ്ഞ മാതിരി അലാഖിൻ്റെ എഴുതുന്നു. അതൊക്കെ ഹെൽമെറ്റല്ലേ? ഹെൽമെറ്റും ഗ്ലാസ്സിലും പറ്റില്ല രാത്രി മഴ പെയ്യുമ്പോൾ. ശരി കേട്ടോ, ഞാൻ അവിടെ നിൽക്കണം. ഓക്കെ വന്നാളെ. ഓക്കെ സീ യു.